രാജ്യത്തെ സ്നേഹിക്കാൻ ഇത്രയും പകൽ നമുക്ക് ലഭിച്ചല്ലോ. ഇനി ആര് ഭരിക്കുമെന്നറിയാൻ വെറും അക്കങ്ങളുടെ കളി മാത്രം. ഈ രാജ്യത്ത് പ്രതിപക്ഷവും അതിനൊരു നേതാവും ഉണ്ടായിരിക്കുന്നു. എന്തൊരു ശക്തിയാണ് ജനാധിപത്യത്തിന്! എത്ര സുന്ദരമാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രയോഗങ്ങൾ! രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും മുതൽ ധ്രുവ് റാത്തി എന്ന ഒറ്റയാൻ വരെ നയിച്ച പോരാട്ടമാണ് സ്വപ്ന സമാന വിജയത്തിലേക്ക് നടന്നെടുക്കുന്നത്. ഇനി ഇന്ത്യ ഉയർത്തുന്ന ഒരേ ഒരു ചോദ്യം: ആര് രാജ്യം ഭരിക്കും? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയാതെ വന്നതോടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നതിന് BJPക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും പിന്തുണ കൂടിയേ തീരൂ. ഇരുവരും BJP നേതൃത്വത്തിലുള്ള NDAയുടെ ഘടക കക്ഷികളാണ്. നിലവിൽ ചന്ദ്രബാബു നായിഡുവിന്റെ TDPയിൽ മാത്രമാണ് BJPക്ക് ആത്മവിശ്വാസമുള്ളതെന്നാണ് സൂചന. നിതീഷ് കുമാർ NDA യോഗത്തിൽ പങ്കെടുക്കും എന്ന് മാത്രമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. 240 സീറ്റുകളാണ് BJPക്ക് ഒറ്റയ്ക്ക് നേടാനായിട്ടുള്ളത്. അതായത് കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റുകൾ കൂടിയാണ് ഇനി BJPക്ക് അധികാരം പിടിക്കാൻ ആവശ്യമായിട്ടുള്ളത്. നിലവിൽ TDPക്ക് 16 സീറ്റുകളും നിതീഷ് കുമാറിന്റെ JDUവിന് 12 സീറ്റുകളുമാണുള്ളത്. അതിനാൽ തന്നെ ഇവരുടെ പിന്തുണയെ ആശ്രയിച്ചിരിക്കും NDAയുടെ സർക്കാർ രൂപീകരണം എന്നുറപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നായിഡുവിന്റെ TDPയും BJPയും ജനസേന പാർട്ടിയും സഖ്യത്തിലാണ് മത്സരിച്ചത്. ആന്ധ്രയിലെ 175 നിയമസഭാ സീറ്റുകളിൽ 134 എണ്ണത്തിൽ വിജയിച്ച നായിഡുവിന് സംസ്ഥാന സർക്കാർ രൂപീകരിക്കാൻ BJPയുടെ പിന്തുണ ആവശ്യമില്ല. എന്നാൽ അടുത്ത കേന്ദ്ര സർക്കാർ രൂപീകരിക്കാൻ BJPക്ക് TDPയുടെ പങ്ക് നിർണായകവുമാണ്. വൻ നേട്ടമുണ്ടാക്കിയ ഇന്ത്യ സഖ്യവും നായിഡുവിന് മുന്നിൽ ഓഫറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിന് പ്രത്യേക കാറ്റഗറി പദവി നൽകുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ കോൺഗ്രസ് നായിഡുവിന് നൽകിക്കഴിഞ്ഞു. ബീഹാറിലെ സാമൂഹ്യനീതി രാഷ്ട്രീയത്തിൽ പരിചയസമ്പന്നനായ നിതീഷ് കുമാർ കേന്ദ്ര റെയിൽവേ മന്ത്രിയും ഉപരിതല ഗതാഗത മന്ത്രിയും പിന്നീട് 1998-99 വാജ്പേയിയുടെ NDA സർക്കാരിൽ കൃഷി മന്ത്രിയുമായിരുന്നു. 2000 മുതൽ 2004 വരെ വാജ്പേയി സർക്കാരിൽ അദ്ദേഹത്തിന് വീണ്ടും പോർട്ട്ഫോളിയോ ലഭിച്ചു. ഏറ്റവും കൂടുതൽ കാലം നിതീഷ് ബീഹാറിലെ NDAയിലെ മുതിർന്ന പങ്കാളിയായി തുടർന്നു. 2009-ൽ BJPയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിരുന്നു JDU. ദേശീയ തലത്തിൽ BJP മോശം പ്രകടനം കാഴ്ചവെച്ചപ്പോഴും സംസ്ഥാനത്ത് 20 സീറ്റുകൾ നേടി. എന്നാൽ നിതീഷിന്റെ രാഷ്ട്രീയം എപ്പോഴും എങ്ങോട്ട് വേണമെങ്കിലും ചാടാം എന്നുള്ളതായിരുന്നു. 2014-ൽ നരേന്ദ്രമോദിയോടുള്ള വിയോജിപ്പിന്റെ പേരിൽ NDA വിട്ട നിതീഷ് ബീഹാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും 2 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. പിന്നീട് 2015-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാലു പ്രസാദ് യാദവുമായി കൈകോർക്കുകയും സഖ്യം തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുകയും ചെയ്തു. എന്നാൽ 2 വർഷത്തിനുള്ളിൽ സഖ്യം വിട്ട് NDAയിൽ ചേരുകയും ബീഹാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40-ൽ 39 സീറ്റുകൾ നേടി സഖ്യം തൂത്തുവാരുകയും ചെയ്തു. അവിടെയും ഉറച്ചു നിൽക്കാതെ 2020-ലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDU BJPയുമായി അകന്ന് 2022-ൽ RJDയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ സഖ്യം തകർക്കുകയും ചെയ്തു. എല്ലാത്തിനുമൊടുവിൽ ഈ ജനുവരിയിൽ നിതീഷ് കുമാർ വീണ്ടും NDAയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അവസാനിച്ച് ഒരു ദിവസം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി ആരാകുമെന്നുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ട് സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധർ രംഗത്തെത്തിയിരിക്കുകയാണ്. BJP ഒറ്റയ്ക്ക് 272 സീറ്റ് നേടാനാകാത്തത് ഉയർത്തിയാണ് ചർച്ച. രാജ്യം ആര് ഭരിക്കുക എന്ന് തീരുമാനിക്കുന്നത് JDU നേതാവ് നിതീഷ് കുമാർ ആകും. പ്രധാനമന്ത്രി പദവി വാഗ്ദാനം ചെയ്താൽ ജനതാദൾ യുണൈറ്റഡ് രാഹുൽ ഗാന്ധിക്ക് കൈകൊടുക്കുമെന്നും കോൺഗ്രസ് ഒപ്പം നിൽക്കുമെന്നുമാണ് നിരീക്ഷണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സുപ്രധാന ചരിത്രത്തിലൊക്കെയും മറുകണ്ഠം ചാടിയ പാരമ്പര്യമാണ് നിതീഷ് കുമാറിനുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്ത്രശാലിയായ വൃദ്ധനായ കുറുക്കനെന്നാണ് നിതീഷ് അറിയപ്പെടുന്നതും. അദ്ദേഹത്തിന് കാറ്റിന്റെ ദിശ അറിയാമെന്നും അതറിഞ്ഞ് അദ്ദേഹം മറുകണ്ഠം ചാടുമെന്നുമാണ് വിലയിരുത്തൽ. നിതീഷിനെയും നായിഡുവിനെയും പോലെയുള്ളവരെ വിശ്വസിക്കാൻ കഴിയില്ല. നിതീഷ് ജി ആയേ ആപ്കോ PM ബനായേഗെ എന്ന് പറഞ്ഞാൽ മതി. തിരിഞ്ഞുപോലും നോക്കാതെ നിതീഷ് കുമാർ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് ഓടും. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ തന്നെ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇരിക്കുകയായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു പരിഹാസം. ഇന്ന് വൈകിട്ട് ചേരുന്ന NDA യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് അംഗീകരിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. തുടർന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ കത്ത് സഹിതം രാഷ്ട്രപതിക്ക് നൽകാനാണ് BJPയുടെ ശ്രമം. ഇതിനായി JDU TDP എന്നിവരിൽ നിന്നും പ്രതിപക്ഷ കത്ത് ലഭിക്കാൻ BJP സമ്മർദ്ദം ശക്തമാക്കിയിട്ടുമുണ്ട്. NDAയ്ക്കൊപ്പമാണ് TDP നേതാവ് ചന്ദ്രബാബു നായിഡു എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിതീഷ് കുമാർ സർക്കാർ രൂപീകരണത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഡൽഹിയിലെത്തിയ നിതീഷ് കുമാർ സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ആരുടെ സർക്കാർ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. കൂടുതൽ സ്ഥാനമാനങ്ങൾക്കായി 2 പാർട്ടികളും BJPക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പദവി, കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ, സ്പീക്കർ പദവി തുടങ്ങിയ വിലപേശലുകളാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ.